ഹായ് ഓൾ, വെൽക്കം ടു നോലൂമി. ലൂമി സ്പ്രിൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ്. ഇത് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈമാണ്. എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ഇക്വേഷൻസും സിമ്പിൾ കാര്യങ്ങളും യൂസ് ചെയ്ത് തന്നെ അത് പ്രോബ്ലംസ് വരാറ്. ബട്ട് ഡയറക്റ്റായി ചോദിക്കുന്നതിന് പകരം ജസ്റ്റ് അവർ ഇൻഡയറക്റ്റായി കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കി എടുത്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഒരു സിമ്പിൾ ഫോർമുല എല്ലാവർക്കും അറിയുണ്ടാവും. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഈ ഒരു സാധനം, അതായത് കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനുള്ള ഒരു ഇക്വേഷൻ 5/18. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. കാരണം കുറേ ക്വസ്റ്റ്യൻസ് ചിലപ്പം ഡിസ്റ്റൻസ് മീറ്ററിലായിരിക്കും, സ്പീഡ് കിലോമീറ്റർ പവറിൽ തരും. അപ്പം നിങ്ങൾ ആ ഒരു കൺവേർഷൻ നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇൻകറക്റ്റ് ആയിരിക്കും. ആ ഇൻകറക്റ്റ് ആൻസർ ഓപ്ഷൻ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക ഏത് യൂണിറ്റിലാണ് തന്നത്. അപ്പം എല്ലാം ഒരു സെയിം യൂണിറ്റിലേക്ക് മാറ്റിയതിനു ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ബൈ വാക്കിംഗ് അറ്റ് 3/4 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ് എ മാൻ റീച്ചസ് ഹിസ് ഓഫീസ് 20 minutes ലേറ്റ് ദാൻ ഹിസ് യൂഷ്വൽ ടൈം. ഫൈൻഡ് ദ യൂഷ്വൽ ടൈം ടേക്കൺ ബൈ ഹിം ടു റീച്ച്. അതായത് ഒരാൾ നോർമലി നടക്കുന്ന സ്പീഡിൻ്റെ 3/4 സ്പീഡിൽ നടന്നപ്പം ഓഫീസിൽ എത്തിയത് 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് യൂഷ്വൽ ടൈമിനെക്കാട്ടും. അങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾ ഓഫീസിൽ യൂഷ്വൽ ടൈമിൽ എത്തുമ്പോഴുള്ള ആ ടൈം എത്രയാണെന്നാണ് ചോദിച്ചത്. നമുക്കിവിടെ ജസ്റ്റ് എന്തെടുക്കാം, അയാൾ യൂഷ്വൽ ടൈം നമുക്ക് എന്താക്കിയെടുക്കാം, ടിയും യൂഷ്വൽ സ്പീഡ് എന്താക്കിയെടുക്കാം എക്സും. അതായത് ദിവസം അയാൾ ഓഫീസിൽ എത്താൻ എടുക്കുന്ന ടൈം ടിയും അവർ നടക്കുന്ന സ്പീഡ് എക്സും ആക്കി എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് വാക്കിംഗ് അറ്റ് ന്യൂ സ്പീഡ് എന്തായിരിക്കും, ഇവിടെ എന്താ തന്നത് 3/4 ഓഫ് യൂഷ്വൽ എന്നല്ല തന്നത്, 3/4 ഇൻറ്റു എക്സ് ആണ്. പിന്നെ ന്യൂ ടൈം എന്തായിരിക്കും, ടി ന്യൂ എന്തായിരിക്കും, ടി പ്ലസ് 20 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ട് ഞാൻ ആയിരിക്കുന്നു. ജസ്റ്റ് 3/4 എക്സും ടി പ്ലസ് 20 ആയിരിക്കും ടൈമും സ്പീഡും വരുന്നത്. അപ്പം നമുക്ക് എന്താണ്, ഏത് ടൈമിലും ഏത് സ്പീഡിലും പോയാൽ അയാൾ കവർ ചെയ്യുന്ന എന്ത് സെയിമാണ്, ഡിസ്റ്റൻസ് സെയിമാണ്. ഡിസ്റ്റൻസ് എന്താണ്, സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. അതായത് 3x ഇൻറ്റു ടി, ഇത് ഏതാ ടൈമാണ്, യൂഷ്വലി അയാൾ എടുക്കുന്ന ടൈമാണ് എക്സ് ഇൻറ്റു ടി. ഓക്കെ, അപ്പം പിന്നെ ഒരു 3/4 സ്പീഡിലായാലും എന്താണ് 3/4 ഇൻറ്റു എക്സ് ഇൻറ്റു ടി പ്ലസ് 20 വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കട്ട് ചെയ്യാം, എക്സും കട്ട് ചെയ്യാം. പിന്നെന്താ, ഇതും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 40 ഈക്വൽ ടു 3t പ്ലസ് 60 വരും. അങ്ങനെയാണെന്ന് വെച്ചാൽ ടി എന്താണ് 60 മിനിറ്റ്സ് ആണ്. ഇത് നോക്കണം കേട്ടോ, ഇവിടെ 20 മിനിറ്റ്സ് ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 60 മിനിറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് നമ്മൾ മണിക്കൂറിലേക്ക് ഓപ്ഷൻ ചെയ്തിട്ട് അതിലേക്ക് കൺവേർട്ട് ചെയ്യാം. 1 hour ഉണ്ടാവും ആൻസർ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആയിരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് ചോദിച്ചതെന്താണെന്ന് വെച്ചാൽ, ആകാശ് ഒരു സ്പോർട്സ് പേഴ്സൺ ആണ്. അയാൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾ. അപ്പം ആ പാർട്ട് ഓഫ് ദ ഇസ് ജേണി 4 കിലോമീറ്റർ പെർ ഹവറിൽ നടന്നുകൊണ്ട് പോയി. പിന്നെ അതുപോലെ തന്നെ 9 കിലോമീറ്റർ പെർ ഹവർ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോയി ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക്. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര പറഞ്ഞത്, 66 കിലോമീറ്റർ ആണുള്ളത്. അതുപോലെ തന്നെ അത് കവർ ചെയ്യാൻ ആകാശ് എടുത്തത് 9 ഹവറാണ്. അങ്ങനെ ആണെങ്കിൽ അയാൾ നടന്നു പോയ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് എന്താണ്, അയാൾ നടന്നു പോയ ടൈം നമുക്ക് എന്താക്കി കൺസിഡർ ചെയ്യാം, എക്സ് ആക്കി കൺസിഡർ ചെയ്യാം. അതായത് നടന്നു പോയ ടൈമാണ് എക്സ്. അപ്പം അയാൾ സൈക്കിളിൽ പോയ ടൈം എത്രയായിരിക്കും, ടോട്ടൽ 9 ഹവേഴ്സ് ആണ്. അപ്പം എന്തായിരിക്കും 9 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ടൈമു ഇൻറ്റു വെലോസിറ്റി, ഈ ടൈം ഇൻറ്റു സ്പീഡ് ചെയ്താൽ പ്ലസ് ഈ ടൈം ഇൻറ്റു സ്പീഡ്, അതായത് നടന്നുകൊണ്ടുള്ള ഡിസ്റ്റൻസ് പ്ലസ് സൈക്കിളുമായി പോയ ഡിസ്റ്റൻസ് രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടണം, 66 കിട്ടണം. കാരണം ടോട്ടൽ ഡിസ്റ്റൻസ് 66 ആണല്ലോ. അപ്പം എന്താ ചെയ്യേണ്ടത്, 66 ഈക്വൽ ടു ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ, സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പം നടന്നു പോയത് 4 ആണ്. അപ്പം 4 ഇൻറ്റു എക്സ് പ്ലസ് പിന്നെ സൈക്കിളിൽ പോയത് എത്രയാണ്, 9 കിലോമീറ്റർ പെർ ഹവറിൽ 9 മൈനസ് എക്സ് ഹവേഴ്സിലാണ്. അപ്പം 9 ഇൻറ്റു
9 മൈനസ് എക്സ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വരും? 4x പ്ലസ് 81 മൈനസ് 9x. അപ്പം 5x ഈക്വൽ ടു എത്ര വരും? 50 വരും. അപ്പം എക്സ് ഈക്വൽ ടു എന്ത് വരും? 3 വരും. അപ്പം അയാൾ നടന്നു പോയ ടൈം എത്രയാണ്? 3 മണിക്കൂറാണ്. അപ്പം എത്ര ഡിസ്റ്റൻസ് ഉണ്ട് കിട്ടിയാൽ എന്ത് ചെയ്താൽ മതി? ആ ടൈം ഇൻറ്റു സ്പീഡ് ചെയ്താൽ മതി. എത്ര ഉണ്ടാവും? 3 ഇൻറ്റു 4 കിലോമീറ്റർ പെർ അവർ ആണ്. 4 ചെയ്താൽ എന്ത് കിട്ടും? 12. അപ്പം 12 കിലോമീറ്ററാണ് എന്ത് അയാൾ നടന്നു പോയത്. ഓക്കെ, സിമ്പിളാണ് ഭയങ്കരമായിട്ട്. പിന്നെ ഇതിൻ്റെ ചോദിക്കുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആവറേജ് സ്പീഡ് ബേസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ആണിത്. എല്ലാവർക്കും അറിയേണ്ട ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. അപ്പം അതിൻ്റെ അടിയിലുള്ളത് അതിൻ്റെ കുറച്ച് ഷോർട്ട് കട്ട് ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്താ വരുന്നത് വെച്ചാൽ, ഇപ്പോൾ അയാൾ 10 കിലോമീറ്റർ ഒരു സ്പീഡ് ട്രാവൽ ചെയ്തു, നെക്സ്റ്റ് 10 കിലോമീറ്റർ വേറൊരു സ്പീഡിലും ട്രാവൽ ചെയ്തു. അങ്ങനെയാണ് വെച്ചാൽ ആവറേജ് സ്പീഡ് എന്തായിരിക്കും? 2x5 ബൈ x പ്ലസ് 5. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തെങ്കിൽ വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഇതായിരിക്കും അതിൻ്റെ ഇക്വേഷൻ, ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ വരിക. പിന്നെ അതുപോലെ തന്നെ അത് 3 സ്പീഡ് ആണെങ്കിൽ ഈ രീതിക്കാണ് ഇക്വേഷൻ വരിക. ഈക്വൽ ടൈം ആണെങ്കിൽ എന്താ? ഫോർ എക്സാമ്പിൾ അയാൾ 10 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്തു, നെക്സ്റ്റ് പാർട്ട് ട്രാവൽ ചെയ്തതും 10 മണിക്കൂറാണ്. അതായത് ഈക്വൽ ടൈം കൊണ്ടാണ് ട്രാവൽ ചെയ്തതെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും? 2 സ്പീഡും ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3 സ്പീഡ് ആണെങ്കിൽ 3 സ്പീഡ് ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ഇക്വേഷൻസ് നിങ്ങൾ എന്തായാലും കാണാണ്ട് പഠിക്കണം. ഓക്കെ, ഭയങ്കര സിമ്പിളാണ്. ഇത് കാണാണ്ട് പഠിക്കുക. ഇത് ഡയറക്റ്റ് ഇതിൻ്റെ അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ കവേഴ്സ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ജേർണി അറ്റ് എ സ്പീഡ് ഓഫ് 4 കിലോമീറ്റർ പെർ അവർ ആൻഡ് റിമൈനിങ് അറ്റ് എ സ്പീഡ് ഓഫ് 60 കിലോമീറ്റർ 5 hours. അതായത് ഫസ്റ്റ് ഹാഫ് 40 കിലോമീറ്റർ പെർ അവറിലും സെക്കൻഡ് ഹാഫ് 60 കിലോമീറ്റർ പെർ അവറിലുമാണ് അയാൾ ട്രാവൽ ചെയ്തത്. മീൻസ് അയാൾ ട്രാവൽ ചെയ്ത 2 ഹാഫിലും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ആവറേജ് സ്പീഡിൻ്റെ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് എന്താണ്? 2x5 ബൈ x പ്ലസ് 5 അല്ല. അപ്പോൾ എന്താ വരിക? 2 ഇൻറ്റു 40 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 100 വരും. ഇതായിരിക്കും ഇതിൻ്റെ ഇക്വേഷൻ. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ മിക്കാലത്തും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് 2 ഇക്വേഷൻ ആണുള്ളത്. ഒന്നുകിൽ സെയിം ഡയറക്ഷനിൽ 2 ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി എന്തായിരിക്കും? സബ്സ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. അതായത് നിങ്ങളൊരു ട്രെയിനിൻ്റെ അകത്ത് ട്രാവൽ ചെയ്യാണ്. അപ്പം ട്രെയിനിൻ്റെ അകത്ത് ട്രാവൽ ചെയ്യുമ്പം 2 ഡിഫറെൻറ്റ് ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്നുണ്ട്. നിങ്ങൾ പോകുന്ന ഒരു ട്രാക്കും ഉണ്ടാവും, അതുപോലെ തന്നെ അപ്പുറത്ത് വേറൊരു ട്രാക്കും ഉണ്ടാവും. ഈ 2 ട്രാക്കിലും സെയിം ഡയറക്ഷനിലാണ് ട്രെയിൻ പോകുന്നതെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് ട്രെയിനിൻ്റെ ഭയങ്കര സ്പീഡായിട്ട് ഫീൽ ചെയ്യില്ലല്ലോ. സെയിം സ്പീഡ് പോലെ, സ്പീഡ് കുറയുന്നതൊക്കെ പോലെ ഫീൽ ചെയ്യാറില്ലേ? അതുകൊണ്ടാണ് സെയിം ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ അതായത് 2 ട്രെയിന്, ഒന്ന് നിങ്ങൾ പോകുന്ന ട്രെയിന് ഒരു ഡയറക്ഷനിലും മറ്റേ ട്രെയിൻ പോകുന്നത് നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. മറ്റേ ട്രെയിൻ ഭയങ്കര സ്പീഡായിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യാറില്ലേ? അത് ഈ റിലേറ്റീവ് വെലോസിറ്റി കൊണ്ടാണ്. അതായത് അവിടെ നമ്മൾ എന്താ ചെയ്യുക? സ്പീഡ് ആഡ് ചെയ്യാണ് ചെയ്യുക. ഒന്നുകൂടി പറയാം, സെയിം ഡയറക്ഷനിലാണെങ്കിൽ സ്പീഡുകൾ എന്തായിരിക്കണം? സബ്ട്രാക്ട് ചെയ്യണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ്? ഒരു തീഫിൻ്റെ ഒരു പോലീസ്മാൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് ഒരു പോലീസ്മാന് ഒരു തീഫ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര പറഞ്ഞത്? 100 മീറ്ററാണ് പറഞ്ഞത്. വെൻ ദ പോലീസ്മാൻ സ്റ്റാർട്ട് ചേസിങ് ദ അതായത് പോലീസ്മാന് തീഫിനെ 100 മീറ്ററിൽ നിന്ന് അവിടെ കണ്ടു. അപ്പം പോലീസ്മാൻ ചേസ് ചെയ്യാൻ തുടങ്ങിയാലും പോലീസ്മാനും തീഫും ഓടാൻ തുടങ്ങി. സ്പീഡ് ഓഫ് ദ തീഫിൻ്റെ സ്പീഡ് എത്രയാണ്? 8 ആണ് പറഞ്ഞത് കിലോമീറ്റർ പെർ അവർ. പോലീസ്മാൻ്റെതോ 10 ആണ്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും? ഇപ്പോൾ റിലേറ്റീവ് എസ് ആണ് വെച്ചാൽ റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും? 10 മൈനസ് 8 എന്തായിരിക്കും? 2 ആയിരിക്കും. 2 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും റിലേറ്റീവ് സ്പീഡ് വരുന്നത്. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? ക്വസ്റ്റ്യൻ ചോദിച്ചത് അങ്ങനെയാണെന്ന് വെച്ചാൽ
തീഫ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞാലായിരിക്കും ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാവുക പോലീസ്മാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഈ 100 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ രണ്ടാളും തമ്മിൽ. ഈ 100 ഡിസ്റ്റൻസ് ആണല്ലോ പോലീസ്മാൻ കവർ ചെയ്യേണ്ടത് തീഫിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു ആദ്യം നോക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടൈം എന്താണ്, ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, സോറി ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്, 100. ഒരു കാര്യം ശ്രദ്ധിക്കാം, അവിടെ തന്നത് 100 മീറ്ററിലാണ്. ഇവിടെ നമുക്ക് സ്പീഡിൽ എന്താണ്, കിലോമീറ്റർ പെർ ഹവർ ആണ്. അപ്പോൾ ഈ 100 എന്താക്കണം, കിലോമീറ്റർ പെർ ഹവർ കിലോമീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിസ്റ്റൻസ് ബൈ എന്താണ്, ഇത് ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ബൈ എന്താണ് വരിക, സ്പീഡ് എത്രയാണ്, 2 ആണ്. അപ്പോൾ എത്ര വരിക, 1/20 ഹവർ ആയിരിക്കും എന്ത് വരിക, ടൈം വരുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ടൈം കിട്ടിയതിന് എന്താ വേണ്ടത്, ഈ ടൈം കൊണ്ട്, അതായത് പോലീസ്മാന് തീഫിനെ ഓവർടേക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം കൊണ്ട് ഈ ഒരു സ്പേസിൽ നിന്ന് തീഫ് എത്രമാത്രം മൂവ് ചെയ്തെന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പം ഈ ടൈം കൊണ്ട് തീഫ് എത്രമാത്രം മൂവ് ചെയ്തെന്ന് എങ്ങനെ കാണാൻ പറ്റും, തീഫിൻ്റെ വെലോസിറ്റി സ്പീഡ് നമുക്കറിയാം എത്രയാണ് തന്നത്, 8 കിലോമീറ്റർ പെർ ഹവർ ആണ്. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് എങ്ങനെ കാണാം, സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. ഇപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ എത്ര ആയിരിക്കും, 8 തീഫിൻ്റെ സ്പീഡ്, 8 ഇൻറ്റു 1/20 ഇത് എത്ര വരും, 2/5 വരും. ഓക്കെ, 2/5 എന്തായിരിക്കും, കിലോമീറ്റർ ആയിരിക്കും. ഇതിനെ മീറ്ററിലേക്കൊക്കെ എന്ത് ചെയ്താൽ മതി, ആൻസർ 1000 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കിയത് എന്താ തന്നത്, തീഫും പോലീസ്മാനും തമ്മിൽ 100 മീറ്ററിൻ്റെ ഡിഫറൻസിലാണ് ഇനീഷ്യൽ ഉള്ളത്. രണ്ടാളെ വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി കണ്ടു. എന്നിട്ട് എന്താ ചെയ്തത്, ഈ 100 മീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ്മാൻ എത്ര ടൈം എടുക്കുമെന്ന് കണ്ടു. എത്ര കിട്ടിയത്, 1/20 ഹവർ ആണ്. ഓക്കെ, അപ്പം ഇത് കിട്ടിയ നമുക്ക് എന്താ കിട്ടുക, പോലീസ്മാന് തീഫിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്താ ചോദിച്ചത്, ആ ഒരു ടൈം പീരീഡ് കൊണ്ട് തീഫ് എത്രമാത്രം മൂവ് ചെയ്തു എന്നാണ് ചോദിച്ചത്. അപ്പം അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ആ ടൈം പീരീഡ് ഇൻറ്റു എന്ത് ചെയ്താൽ മതി, സ്പീഡ് ചെയ്താൽ മതി, സ്പീഡ് ഓഫ് ദ തീഫ്. അതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി 2/5 കിലോമീറ്റർ. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം ഇതിൻ്റെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും, പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ആ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ കൊടുത്തിട്ടുണ്ടാവും. മാക്സിമം ക്വസ്റ്റ്യൻസ് അതിൻ്റെ പുറത്തും പ്രാക്ടീസ് ചെയ്യുക. ഭയങ്കര സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. നിങ്ങൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇതിനകത്ത് ഇനീഷ്യലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുക്കുന്നതിലാണ് നമ്മളെ കഴിവുള്ളത്. അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ ഒരു കഴിവ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി വരണമെങ്കിൽ, കാരണം ഭയങ്കര സ്പീഡായിട്ടായിരിക്കും എക്സാം നടക്കുക. അപ്പം ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലൂമി ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമി ഐഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.